ചൈനയിലെ യുനാൻ പ്രവിശ്യ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ പ്രകൃതി അതിൻ്റെ മുഴുവൻ സൗന്ദര്യവും വാരിക്കോരി നൽകിയ ഒരു പ്രദേശം. വലിയ വലിയ പർവ്വതനിരകൾ, എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, ഇടതൂർന്ന പൈൻ മരങ്ങൾ നിറഞ്ഞ കാടുകൾ. ഈ പർവ്വതനിരകളുടെ താഴ്വരയിലാണ് ജിന്നിങ് കൗണ്ടിയിലുള്ള നാൻമൻ എന്ന കൊച്ചു ഗ്രാമം ഉള്ളത്. പുറമേ നിന്നും നോക്കുന്ന ഒരാൾക്ക് ഒരു സ്വർഗമായി തോന്നാവുന്ന സ്ഥലം. നഗരത്തിന്റെ തിരക്കുകളോ ബഹളങ്ങളോ ഇല്ലാത്ത, ആളുകൾ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു കർഷക ഗ്രാമം. എന്നാൽ പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തിന് പിന്നിൽ മരണത്തിന്റെ ഒരു ഇരുണ്ട ഗന്ധം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. നാൻമൻ ഗ്രാമത്തിലെ ശൈത്യകാലം വളരെ കഠിനമാണ്. ഒക്ടോബർ മാസം പകുതി ആകുമ്പോഴേക്കും ഗ്രാമത്തിൽ മൂടൽമഞ്ഞ് വീഴുവാൻ തുടങ്ങും. ഉച്ച കഴിയുമ്പോഴേക്കും കോടമഞ്ഞ ഗ്രാമത്തെ മുഴുവനും വിഴുങ്ങും. 5 അടി മുൻപിലുള്ള ഒരാളെ പോലും കാണുവാൻ കഴിയാത്തത്ര കട്ടിയുള്ള മഞ്ഞ്. അങ്ങനെയുള്ളൊരു മഞ്ഞുകാലത്താണ് നാൻമൻ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഈ അധ്യായം തുടങ്ങുന്നത്. 2007 മെയ് 1. തണുപ്പ് പതുക്കെ മാറി മാറി വരുന്ന സമയം. അന്ന് 12 വയസ്സുകാരനായ ലീ ഹാൻ സയോങ്ങിന്റെ ജന്മദിനം കൂടിയാണ്. തന്റെ അച്ഛൻ ലീ യുഡോങ്ങിനൊപ്പം പാടത്ത് കൃഷിപ്പണി സഹായിക്കുവാനായിട്ട് പോയതായിരുന്നു അവൻ. അന്ന് നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ലീ യുഡോങ് രാവിലെ 9:30 ഹാൻ സയോങ്ങിനോട് വീട്ടിലേക്ക് പോകുവാനും ഉച്ചഭക്ഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുവാനും ആവശ്യപ്പെട്ടു. പാടത്തു നിന്നും വീട്ടിലേക്ക് പോകുന്ന ആ ഇടുങ്ങിയ മൺപാതയിലൂടെ ഹാൻ നടന്നു നീങ്ങി. ഇരുവശവും വലിയ മരങ്ങൾ അതിരിട്ട ആ വഴിയിൽ അന്ന് പതിവിലും കൂടുതൽ നിശബ്ദതയുണ്ടായിരുന്നു. ഉണങ്ങിയ കരിയിലകൾ കാറ്റിൽ പറക്കുന്ന ശബ്ദം മാത്രം. അവന് നേരിയ ഭയം തോന്നി തുടങ്ങി. എന്താണ് ഈ ഭയത്തിന്റെ കാരണം അവന് മനസ്സിലായില്ല. ഹാൻ തന്റെ നടത്തത്തിന്റെ വേഗത കൂട്ടി. പെട്ടെന്ന് അവന്റെ പിന്നിലായിട്ട് കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ടു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആരുമില്ല. കുറച്ച് ദൂരെയായിട്ട് തന്റെ പിന്നിൽ നിന്നും ഒരാൾ നടന്നു വരുന്ന മങ്ങിയ രൂപം മാത്രം കാണാം. ഗ്രാമവാസികളിൽ ആരെങ്കിലും ആകാമെന്ന് കരുതി അവൻ സമാധാനിച്ചു. എന്നാൽ അവൻ മുൻപോട്ട് നടക്കുവാനായിട്ട് തുടങ്ങിയതും പിന്നിൽ നിന്നും ഒരു കൈ വന്ന് അവന്റെ വായ പൊത്തി. ശബ്ദമുണ്ടാക്കുവാനായിട്ട് കഴിയും മുൻപ് തന്നെ ഒരു കയർ അവന്റെ കഴുത്തിന് ചുറ്റും മുറുകി. ശ്വാസത്തിനു വേണ്ടി അവൻ പിടഞ്ഞു. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. മരച്ചില്ലകളിൽ കാറ്റ് വീശിയടിക്കുന്ന ശബ്ദത്തിൽ അവന്റെ അവസാനത്തെ നിലവിളി മുങ്ങിപ്പോയി. ഒരു തുള്ളി ചോര പോലും താഴെ വീഴാതെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊലയാളി ഹാനിന്റെ നിർജീവമായ ശരീരവും വലിച്ചടിച്ചുകൊണ്ട് കാടിന്റെ ഉള്ളിലേക്ക് മറഞ്ഞു. മകൻ സമയത്ത് തിരിച്ചെത്താത്തതുകൊണ്ട് ലീ യുഡോങ് വീട്ടിലെത്തി. അവൻ അവിടെ ഇല്ലായിരുന്നു. ആ ഗ്രാമം മുഴുവനും അയാൾ അവനെ അന്വേഷിച്ചു. അവൻ എവിടെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ കളിക്കുവാനായിട്ട് പോയതാകുമെന്ന് പറഞ്ഞ് എല്ലാവരും അയാളെ സമാധാനിപ്പിച്ചു. എന്നാൽ പിറ്റേന്ന് രാവിലെയായിട്ടും ഹാൻ മടങ്ങി വന്നില്ല. അതോടെ അന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ജിങ്ജങ് പോലീസിൽ അയാൾ ഒരു പരാതി നൽകി. ലോക്കൽ പോലീസ് സ്റ്റേഷൻ മേധാവി ഷാവോ ഹുയാൻ വളരെ അലസനായിട്ടാണ് ആ പരാതി സ്വീകരിച്ചത്. നിങ്ങളുടെ കുട്ടി നഗരത്തിൽ എവിടെയെങ്കിലും പണിക്ക് പോയതാവും, അല്ലെങ്കിൽ വഴിതെറ്റി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അവൻ തിരിച്ചു വരും. ഇതായിരുന്നു അയാളുടെ മറുപടി. ദരിദ്രനായ ആ കർഷകന്റെ കണ്ണുനീരിന് അവിടെ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. ഹാൻ സയോങ്ങിന്റെ തിരോധാനം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഗ്രാമവാസികൾ മറന്നു തുടങ്ങിയിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഫെബ്രുവരിയിലെ ഒരു തണുത്ത സായാഹ്നത്തിൽ കായ് യോങ് വൈ എന്ന 17-കാരനെ സമാനമായ സാഹചര്യത്തിൽ കാണാതെയായി. അവനും ആ ഇടുങ്ങിയ മൺപാതയിലൂടെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. കായ്വൻ എന്നു പേരുള്ള അവന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷന്റെ പടികൾ കയറി ഇറങ്ങി. പക്ഷേ ഫലമുണ്ടായില്ല. പിന്നീട് വന്ന മാസങ്ങളിൽ നാൻമൻ ഗ്രാമത്തിൽ നിന്നും തുടർച്ചയായിട്ട് കൗമാരക്കാരായ ആൺകുട്ടികളെ കാണാതായിക്കൊണ്ടിരുന്നു. ലീ ഹാൻ ഹായ്, ഷീ ഹായ് ഖിയാവോ എന്നിങ്ങനെ 12-നും 17-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളും അതിൽ ഉൾപ്പെടും. ഒരു വലിയ ഭയം ഗ്രാമത്തെ ആകെ വിഴുങ്ങി. സന്ധ്യ മയങ്ങിയാൽ ആരും പുറത്തിറങ്ങാതെയായി. ആൺകുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തു വിടുവാനായിട്ട് മാതാപിതാക്കൾ ഭയന്നു. അവരുടെ പ്രധാന സംശയം ഇതായിരുന്നു: ഇതിന് പിന്നിൽ മനുഷ്യക്കടത്തുകാരായിരിക്കും. അനധികൃത ഇഷ്ടിക ചൂളകളിൽ അടിമജോലി എടുപ്പിക്കുവാനായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു മാഫിയ ആയിരിക്കാം ഇതിനു പിന്നിൽ. കാരണം അവരെല്ലാവരും കാണാതാവുകയാണ് ചെയ്തത്. ഒരു ക്രൈം നടന്ന ലക്ഷണം ഒരിടത്തുമില്ല. ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു തെളിവെങ്കിലും അവശേഷിക്കണം. ഊരിപ്പോയ ഒരു ചെരുപ്പോ രക്തത്തുള്ളിയോ അങ്ങനെ തുടങ്ങി ഒന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. 2012 ഏപ്രിൽ 25 വൈകുന്നേരം. അന്നാണ് ആ തിരോധാനങ്ങളുടെയും അതുപോലെ ഗ്രാമത്തിന്റെയും തലവര മാറ്റി എഴുതിയ സംഭവം നടന്നത്. 19 വയസ്സുള്ള ഹാൻ യാവോ യുനാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ബിസിനസ് എന്ന കോളേജിലെ വിദ്യാർത്ഥിയാണ്. നാൻമൻ ഗ്രാമത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനായിട്ട് പോയ ആ യുവാവ് അപ്രത്യക്ഷനായി. ഹാൻ യാവോയുടെ അമ്മ ചെങ് അതോടെ തകർന്നുപോയി. അവർ താമസിക്കുന്നത് മറ്റൊരു ഗ്രാമത്തിലാണ്. തൊട്ടു പിന്നാലെ തന്റെ ഭർത്താവിനൊപ്പം അവർ നാൻമൻ ഗ്രാമത്തിൽ വരികയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തു. മകനെ കണ്ടെത്തി തരുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ മകൻ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിലോ മറ്റോ കാണും, അല്ലെങ്കിൽ ജോലി തേടി എവിടെയെങ്കിലും പോയതായിരിക്കും. ഞങ്ങൾ നോക്കാം. ലോക്കൽ പോലീസ് മേധാവി ഡാ കായ്മിങ് വളരെ പുച്ഛത്തോടെയാണ് അവർക്ക് മറുപടി നൽകിയത്. എന്നാൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് സ്റ്റേഷന്റെ പടി ഇറങ്ങുമ്പോൾ ചെങ്ങ് ഒരു തീരുമാനം എടുത്തിരുന്നു. പോലീസിനെ വിശ്വസിച്ചിരുന്നാൽ തന്റെ മകനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് അന്വേഷണം ആരംഭിച്ചു. നാൻമൻ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും ചെങ്ങ് കയറി ഇറങ്ങി. താൻ കണ്ട ഓരോ മനുഷ്യരോടും തന്റെ മകന്റെ ഫോട്ടോ കാണിച്ച് അവനെക്കുറിച്ച് തിരക്കി.
അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവർ മനസ്സിലാക്കിയത്. തൻ്റെ മകൻ മാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ ഗ്രാമത്തിൽ നിന്നും 17ഓളം ആൺകുട്ടികളാണ് കാണാതായത്. ചെങ് ആ കുട്ടികളുടെ എല്ലാം കുടുംബങ്ങളെ കണ്ടെത്തി അവരെ എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി. തൻ്റെ മകൻ അവസാനമായിട്ട് സഞ്ചരിച്ച വഴികളിലൂടെ അവർ നടന്നു. അതുപോലെ കാണാതായ മറ്റു കുട്ടികൾ സഞ്ചരിച്ച വഴികളും അവർ ചോദിച്ചറിഞ്ഞു. സ്വന്തമായിട്ടൊരു മാപ്പ് വരച്ച് ചെങ് ആ വഴികളെല്ലാം അടയാളപ്പെടുത്തി. ആ മാപ്പിലേക്ക് നോക്കി അവർ വിറച്ചുപോയി. എല്ലാ കുട്ടികളും അപ്രത്യക്ഷരായിരിക്കുന്നത് ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഒരു വഴിയിൽ വെച്ചാണ്. രാവിലെ 9-നും 11:30-നും ഇടയിലാണ് കൂടുതൽ കുട്ടികളും കാണാതായത്. വെറും 500 മീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്ത് ആകെയുള്ളത് ഒരേ ഒരു വീടാണ്. ആ വീടിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? താൻ കണ്ടെത്തിയ തെളിവുകളുമായിട്ട് ചെങ് വീണ്ടും പോലീസിനെ സമീപിച്ചു. എന്നിട്ട് ആ വീടൊന്ന് പരിശോധിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിനെ തങ്ങൾ ചെയ്യേണ്ട ജോലി വെറുമൊരു സ്ത്രീ ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈഗോയുടെ പുറത്ത് അവരിത് പൂർണ്ണമായിട്ടും അവഗണിച്ചു. എന്നാൽ ഒരമ്മയുടെ പോരാട്ടം അവിടെ മുതൽ തുടങ്ങുകയായിരുന്നു. ചെങ് താൻ ശേഖരിച്ച വിവരങ്ങളെല്ലാം ചേർത്ത് ഒരു നോട്ടീസ് തയ്യാറാക്കി. കാണാതായ എല്ലാ കുട്ടികളുടെ ഫോട്ടോകളും അവർ അപ്രത്യക്ഷരായ സ്ഥലത്തിന്റെ സാമ്യവും അതിൽ വ്യക്തമാക്കിയിരുന്നു. കുട്ടികൾ അവസാനമായിട്ട് അപ്രത്യക്ഷമായ ആ സ്ഥലത്തിന്റെ മാപ്പും ആ നോട്ടീസിൽ അവർ ചേർത്തിരുന്നു. പിന്നെ ഗ്രാമം മുഴുവനും അവർ ഈ നോട്ടീസ് പതിപ്പിച്ചു. എന്നിട്ടും ഫലമില്ലെന്ന് കണ്ടപ്പോൾ അവർ ചൈനയിലെ പ്രാദേശിക മാധ്യമങ്ങളെയും പത്രപ്രവർത്തകരെയും നേരിട്ട് ബന്ധപ്പെട്ടു. ഇത്തവണ അവരതിൽ വിജയിച്ചു. കാരണം മാധ്യമങ്ങൾക്ക് ഈ കണ്ടന്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ വലിയ വാർത്തയായിട്ട് മാറി. 2012 മെയ് ആദ്യവാരം ചൈനീസ് മാധ്യമങ്ങളിൽ ഈ വാർത്ത വലിയൊരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു. യുനാനിലെ പോലീസിന്റെ അനാസ്ഥ, 17 കുട്ടികളെ കാണാതായിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികൾ, ചാനലുകൾ ഇത് ആഘോഷിച്ചു. രാജ്യമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. അവസാനം മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും സമ്മർദ്ദം താങ്ങുവാൻ കഴിയാതെ പ്രവിശ്യ ഭരണകൂടം ഉണർന്നു. ലോക്കൽ പോലീസിന് ഈ കേസ് അന്വേഷിക്കുവാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ചൈനീസ് പബ്ലിക് സെക്യൂരിറ്റി മന്ത്രാലയം ഈ തിരോധാന പരമ്പര അന്വേഷിക്കുവാനായിട്ട് കുൻമിങ് പബ്ലിക് സെക്യൂരിറ്റി ബ്യൂറോയുടെ കീഴിൽ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നാൻമൻ ഗ്രാമത്തിലേക്ക് അയച്ചു. ഈ തിരോധാന പരമ്പര അന്വേഷിക്കുവാൻ തലസ്ഥാന നഗരിയിൽ നിന്നും ഡിറ്റക്റ്റീവ് വാങ് എന്ന സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് വന്നത്. ഡിറ്റക്റ്റീവ് വാങ് സമർത്ഥനായ ഒരു സീനിയർ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു. നാൻമൻ ഗ്രാമത്തിലെ കൊടും തണുപ്പിലേക്ക് വാങ് വന്നിറങ്ങുമ്പോൾ തന്നെ ഇതൊരു സാധാരണ തിരോധാന കേസ് ആയിരിക്കില്ല എന്ന് അയാൾക്ക് തോന്നിയിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയ വാങ് ആദ്യം ചെയ്തത് ഇതുവരെ കാണാതായ എല്ലാ കുട്ടികളുടെ ഫയലുകൾ എടുത്തു. വർഷങ്ങളായിട്ട് പൊടി പിടിച്ച് കിടന്നിരുന്ന ആ ഫയലുകൾ അയാൾ ഓരോന്നായിട്ട് തുറന്നു നോക്കി. ലോക്കൽ പോലീസ് മേധാവി ഡാ കായ്മിങ് വളരെ പുച്ഛത്തോടെയാണ് വാങ്ങിന്റെ അന്വേഷണങ്ങളെ നോക്കിക്കണ്ടത്. ഇവർ നഗരത്തിലേക്ക് ജോലി തേടി ഒളിച്ചോടിയതാണ് സാർ, വെറുതെ സമയം കളയണ്ട, കായ്മിങ് പറഞ്ഞു. വാങ് മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ മേശപ്പുറത്ത് ഗ്രാമത്തിന്റെ ഒരു വലിയ ഭൂപടം വരിച്ചു. കാണാതായ ഓരോ കുട്ടിയും അവസാനമായിട്ട് സഞ്ചരിച്ച വഴികൾ ചുവന്ന മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി. ആ മാപ്പിലേക്ക് നോക്കിയ വാങ്ങിന്റെ കണ്ണുകൾ വിടർന്നു. ഒരു ഞെട്ടലോടെ അയാൾ ആ സത്യം തിരിച്ചറിഞ്ഞു. ഈ കാണാതായ 17 കുട്ടികളും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുമല്ല അപ്രത്യക്ഷരായിരിക്കുന്നത്. അവർ സഞ്ചരിച്ച വഴികളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള വനത്തിനോട് ചേർന്നുള്ള ഒരു പ്രത്യേക പോയിന്റിലാണ്. വെറും 500 മീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്ത് ഒരു ഇരുണ്ട രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വാങ്ങിന് മനസ്സിലായി. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഹാൻ യാവോയുടെ അമ്മയായ ചെങ് കണ്ടെത്തിയതിലും കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ വന്ന ഡിറ്റക്റ്റീവിനും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വാങ് ഗ്രാമവാസികളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആരും പുതിയതായിട്ട് ഈ ഗ്രാമത്തിൽ വന്നിട്ടില്ല. സംശയാസ്പദമായിട്ടുള്ള വാഹനങ്ങളൊന്നും ആ വഴിക്ക് പോയിട്ടുമില്ല. ഇതിനിടയിൽ വാങ് നാൻമൻ ഗ്രാമത്തിലെ ലോക്കൽ മാർക്കറ്റിലൂടെ സഞ്ചരിച്ചു. ഗ്രാമവാസികൾ തങ്ങളുടെ കൃഷി സാധനങ്ങളും മാംസവും വിൽക്കുന്ന ചെറിയൊരു ചന്തയായിരുന്നു അത്. അവിടെ ഒരു മൂലയിലിരുന്ന് ശാന്തമായിട്ട് ചെസ് കളിക്കുന്ന ഒരു വൃദ്ധനെ വാങ് ശ്രദ്ധിച്ചു. 60-നോടടുത്ത് പ്രായമുള്ള വളരെ മെലിഞ്ഞൊരു മനുഷ്യൻ. അയാൾക്ക് മുൻപിലായിട്ട് ഒരു മരപ്പലകയിൽ ഉണങ്ങിയ ഇറച്ചി വിൽക്കുവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വാങ് അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താണിത്? വാങ് ചോദിച്ചു. ഇത് ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചിയാണ് സാർ, വളരെ രുചികരമാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണക്കി തയ്യാറാക്കിയതാണ്, അയാൾ മറുപടി പറഞ്ഞു. വാങ് ഒരു നിമിഷം അയാളുടെ കണ്ണുകളിലേക്കൊന്നും നോക്കി. എന്തോ ഒരു വല്ലാത്ത തണുപ്പ് ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ഒരു വികാരവുമില്ലാത്ത നിർജീവമായിട്ടുള്ള കണ്ണുകൾ. അന്വേഷണത്തിൽ അയാളുടെ പേര് സാങ് യോങ്മിങ് എന്നാണെന്നും ഗ്രാമത്തിന്റെ അതിർത്തിയിൽ തനിച്ച് താമസിക്കുന്ന ഒരു കർഷകനാണ് അയാളെന്നും മാർക്കറ്റിലുള്ളവർ വാങ്ങിനോട് പറഞ്ഞു. അയാൾ ആരോടും അധികം സംസാരിക്കില്ല. സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുക്കും, ചെസ് കളിക്കും, പിന്നെ വന്ന് ഇറച്ചി വിൽക്കും. ഇതായിരുന്നു അയാളുടെ ജീവിതം. സംശയിക്കത്തക്കതായിട്ട് അയാളിൽ ഒന്നുമില്ലായിരുന്നു. വാങ് തിരികെ നടന്നു. ഇതിനിടയിലാണ് വാങ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പഴയ പരാതികളുടെ ഒരു രജിസ്റ്റർ കാണുന്നത്. അതിൽ 2011 ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്ത ചെറിയൊരു പരാതി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 17 വയസ്സുള്ള സിയാവോ ഷാങ് എന്ന കുട്ടിയെ ആരോ കഴുത്തിൽ ബെൽറ്റ് മുറുക്കി കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. അതായിരുന്നു ആ പരാതി. അന്നേ ദിവസം മിഡിൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയായിരുന്നു ഷാങ്. അപ്പോഴാണ് തന്റെ മുൻപിൽ ഒരാൾ നടന്നു പോകുന്നത് അവൻ കണ്ടത്.
ഈ കാഴ്ച കണ്ടതും എന്തോ പറഞ്ഞറിയിക്കുവാനായിട്ട് കഴിയാത്തൊരു ബുദ്ധിമുട്ട് അവന് തോന്നി. എന്തോ വലിയ ഒരു അപകടം വരുന്നുണ്ട് എന്നൊരു തോന്നൽ. അതുകൊണ്ട് തനിക്ക് മുൻപിൽ നടന്നു പോകുന്ന ആ മനുഷ്യനെ മറികടന്നു പോകുവാനായിട്ട് അവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വേഗത്തിൽ നടന്നു. എന്നാൽ ആ മനുഷ്യനെ മറികടന്നതും പെട്ടെന്ന് അവന്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് വന്നു വീണു. ഭാഗ്യത്തിന് ബെൽറ്റ് കഴുത്തിൽ മുറുകും മുൻപ് അതിൽ കയറി പിടിക്കുവാനും എതിരാളിയെ വലിച്ചു താഴെ ഇടുവാനും അവന് കഴിഞ്ഞു. അതോടൊപ്പം എതിരാളിയെ മാരകമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഈ കോലാഹലം കേട്ട് അടുത്തുള്ള ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അക്രമി അവരോട് താൻ കുട്ടിയോട് ഒരു തമാശ കാണിച്ചതാണെന്നും എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയെന്നുമാണ് അയാൾ പറഞ്ഞത്. ഡിറ്റക്റ്റീവ് വാങ് ഉടൻ തന്നെ സിയാവോ ഷാങ്ങിനെയും കുടുംബത്തെയും നേരിട്ട് പോയിട്ട് കണ്ട് സംസാരിച്ചു. ആരാണ് അവനെ ആക്രമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ പേര് കേട്ട് വാങ് ശരിക്കും ഞെട്ടി. സാങ് യോങ് മിങ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വെച്ച് അയാൾ കണ്ട ഒട്ടകപ്പക്ഷികളുടെ ഉണങ്ങിയ മാംസം വിൽക്കുന്ന ശാന്തനും മൃത്തനുമായിട്ടുള്ള അതേ ചെസ് കളിക്കാരൻ. വാങ് ഉടൻ തന്നെ ലോക്കൽ പോലീസിനോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചു. അതൊരു വലിയ കേസൊന്നും ആയിരുന്നില്ല സാർ. ഞങ്ങൾ സാങ് യോങ് മിങ്ങിനെ ചോദ്യം ചെയ്തിരുന്നു. താൻ ആ കുട്ടിയുമായിട്ട് വെറുതെ തമാശയ്ക്ക് കളിച്ചതാണെന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അയാളെ വെറുതെ വിട്ടു. പോലീസ് ഉദ്യോഗസ്ഥൻ അലസമായിട്ട് മറുപടി പറഞ്ഞു. വാങ്ങിന്റെ തലച്ചോറിലൂടെ ഒരു മിന്നലാണ് കടന്നുപോയത്. ഒരേ പ്രദേശം, ഒരേ പ്രായത്തിലുള്ള ആൺകുട്ടികൾ. എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് സാങ് യോങ് മിങ് എന്ന ഒരാളിലേക്കാണ്. വാങ് ഉടൻ തന്നെ അയാളുടെ പശ്ചാത്തലം അന്വേഷിക്കുവാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. മണിക്കൂറുകൾക്കുള്ളിൽ സാങ് യോങ് മിങ്ങിന്റെ പഴയ ഫയലുകൾ വാങ്ങിന്റെ മുൻപിലെത്തി. ആ ഫയൽ തുറന്ന വാങ് ഞെട്ടിപ്പോയി. സാങ് ഒരു സാധാരണ കർഷകനായിരുന്നില്ല. 1956 ജനിച്ച അയാൾ 16 വയസ്സുള്ളപ്പോൾ തന്റെ ബന്ധുവും സഹപാഠിയുമായിട്ടുള്ള ലൂ ടുറോങ്ങിനെ ഒരു രാത്രിയെ കുത്തിക്കൊലപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിരുന്നു. ഭാഗ്യത്തിന് കൃത്യസമയത്ത് അവൻ ഞെട്ടി എഴുന്നേറ്റു. കഴുത്തിൽ 8 കത്തിക്കുത്തുകളാണ് അവൻ ഏറ്റത്. നിലവിളി കേട്ട് ഓടി വന്ന സാങ്ങിന്റെ മാതാപിതാക്കൾ ഓടിയെത്തി മകനെ നിരായുധനാക്കി. പിന്നെ ലീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവൻ രക്ഷപ്പെട്ടു. ഈ കുറ്റത്തിന് അവന് 6 മാസം ജയിൽ ശിക്ഷ കിട്ടിയിരുന്നു. ഉറക്കത്തിൽ സംഭവിച്ച അപകടമെന്ന് വാദിച്ചതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. അതിനുശേഷം തന്റെ 23-ാമത്തെ വയസ്സിൽ, അതായത് 1979 അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം അവൻ ചെയ്തു. 16 വയസ്സുള്ള ഒരു ബാലനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിനുശേഷം ആ ജഡം കുഴിച്ചിട്ടു. പക്ഷെ വൈകാതെ തന്നെ കുട്ടിയുടെ ജഡം കണ്ടെടുത്തു. കൊലയാളി ആരാണെന്ന് മനസ്സിലായി. അതോടെ സാങ് ചെങ്ജിയാങ് കൗണ്ടിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ വെച്ച് പോലീസ് അവനെ പിടികൂടുകയും കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പിന്നീട് എന്തോ കാരണത്താൽ വധശിക്ഷ ജീവപര്യന്തമായിട്ട് ചുരുക്കുകയും ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് 1997 ഭരണകൂടം അയാളെ മോചിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിലൊരു സീരിയൽ കില്ലറെയാണ് അവർ സമൂഹത്തിലേക്ക് ഇറക്കിവിട്ടത്. 19 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഗ്രാമത്തിൽ മടങ്ങിയെത്തിയ സാങ്ങിന് അവിടെ ആരുമില്ലായിരുന്നു. അയാളുടെ മാതാപിതാക്കൾ ഇതിനോടകം മരിച്ചിരുന്നു. സഹോദരങ്ങൾ മറ്റു പല ദേശങ്ങളിലേക്കും താമസം മാറ്റിയിരുന്നു. അവസാനം ഗ്രാമത്തിലെ തകർന്നു വീഴാറായ തന്റെ തറവാട്ടിൽ അവൻ താമസം തുടങ്ങി. ഒരു കൊലപാതകി ആയതുകൊണ്ട് മറ്റുള്ളവർ അയാളെ അകറ്റി നിർത്തിയിരുന്നു. സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടൽ അനുഭവിച്ച അയാൾ അപൂർവമായിട്ട് മാത്രമാണ് തന്റെ കൃഷിയിടത്തിന് പുറത്തു വന്നത്. അയാൾ അവിവാഹിതനായിരുന്നു. ഇത്രയുമാണ് സാങ് യോങ് മിന്റെ ചരിത്രം. അതോടെ ഈ കേസിലെ എല്ലാ സമവാക്യങ്ങളും ഡിറ്റക്റ്റീവ് വാങ്ങിന്റെ മനസ്സിൽ പൂർണ്ണമായി. ഇരകളെല്ലാം അപ്രത്യക്ഷമായ 500 മീറ്റർ ചുറ്റളവിലാണ് സാങ് യോങ് മിന്റെ വീട്. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ വീട്ടിൽ എന്തോ വലിയ രഹസ്യം ഒളിച്ചിരിപ്പുണ്ട്. 2012 മെയ് 9 രാത്രിയുടെ നിശബ്ദതയിൽ ഡിറ്റക്റ്റീവ് വാങ്ങും പ്രത്യേക സായുധ സേനയും സാങ് യോങ് മിന്റെ വീടിന് ചുറ്റും വളഞ്ഞു. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കാടിനോട് ചേർന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വീട് ഇരുട്ടിലൊരു പ്രേതാലയം പോലെ കാണപ്പെട്ടു. അയാളുടെ മുറ്റത്ത് കെട്ടിയിട്ടിരുന്ന വലിയ നായ്ക്കൾ പോലീസിനെ കണ്ട് അക്രമാസക്തമായിട്ട് കുരച്ച് ചാടുവാൻ തുടങ്ങി. ആ വീടിന്റെ പരിസരത്ത് വല്ലാത്തൊരു ദുർഗന്ധം തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ചീഞ്ഞ മാംസത്തിന്റെയും അതുപോലെ രക്തത്തിന്റെയും ഗന്ധം. പോലീസ് വാതിലിൽ മുട്ടി. നീണ്ട നിശബ്ദത. ഒടുവിൽ ആ പഴയ മരവാതിൽ തുറക്കപ്പെട്ടു. സാങ് യോങ് മിങ്. ഉറക്കം ഉണർന്നതിന്റെ യാതൊരു ലക്ഷണവും അയാളുടെ മുഖത്തില്ലായിരുന്നു. പോലീസിനെ കണ്ടിട്ടും ആ കണ്ണുകളിൽ ഭയത്തിന്റെ ഒരു നിഴൽ പോലുമില്ല. ശാന്തമായ, വികാരമില്ലാത്ത അതേ നോട്ടം. സാങ് യോങ് മിങ്, ഞങ്ങൾ നിന്റെ വീട് പരിശോധിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്, വാങ് പറഞ്ഞു. പരിശോധിച്ചോളൂ, അയാൾ നിർവികാരമായിട്ട് മറുപടി നൽകി. പോലീസ് സംഘം വീടിന്റെ ഉള്ളിലേക്ക് കടന്നു. പുറമേ വളരെ സാധാരണമായിട്ട് തോന്നിയ ആ വീടിന്റെ ഉള്ളിൽ കടന്ന ഉദ്യോഗസ്ഥർക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി. ദുർഗന്ധം അതിന്റെ പാരമ്യത്തിലായിരുന്നു. വീടിന്റെ ഓരോ മുറികളും അവർ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അടുക്കളയിലെ പഴയൊരു മരമേശയ്ക്ക് മുകളിൽ ചില കാർഡുകൾ ഇരിക്കുന്നത് വാങ്ങിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഗ്ലൗസും ധരിച്ച് അതെടുത്തു നോക്കി. അതൊരു ബാങ്ക് കാർഡും ഫോൺ കാർഡുമായിരുന്നു. അതിൽ എഴുതിയിരുന്ന പേര് വായിച്ച വാങ്ങിന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചു. ഹാൻ യാവോ. അതെ, കഴിഞ്ഞ മാസം ഗ്രാമത്തിൽ നിന്നും കാണാതായ 19-കാരൻ ഹാൻ യാവോയുടെ കാർഡുകളായിരുന്നു അത്. വാങ് തന്റെ തോക്ക് സാങ്ങിന് നേരെ ചൂണ്ടി. ഹാൻ യാവോയുടെ കാർഡ് എങ്ങനെ നിന്റെ വീട്ടിലെത്തി? അയാൾ ചോദിച്ചു. അപ്പോഴും സാങ്ങിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. അയാൾ ഒന്നും മിണ്ടിയില്ല. തെളിവുകൾ കിട്ടിയതോടെ പോലീസ് സംഘം ആ വീട് അരിച്ചു പെറുക്കി. പിന്നെ ആ വീടിന്റെ ഓരോ അറകളും തുറന്നു നോക്കി.
അപ്പോൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, ലോകത്ത് ഒരു പോലീസുകാരനും കാണുവാനായിട്ട് ആഗ്രഹിക്കാത്ത വളരെ ഭയാനകമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവരെ കാത്തിരുന്നത്. അതൊരു വീടായിരുന്നില്ല, മനുഷ്യനെ വെട്ടിനുറുക്കുന്ന ഒരു കശാപ്പുശാലയായിരുന്നു. അവസാനമായിട്ട് കാണാതായ ഹാൻ യാവോയുടെ ജഡം ഒരു ടേബിളിൽ തല വേർപെടുത്തിയ നിലയെ കണ്ടെത്തി. വീടിന്റെ പിന്നിലെ സ്റ്റോർ റൂം തുറന്ന പോലീസുകാർ കണ്ടത് ഇരുമ്പ് കൊളുത്തുകളിൽ വലിയ മാംസ കഷ്ണങ്ങൾ ഉണങ്ങുവാനായിട്ട് തൂക്കിയിട്ടിരിക്കുന്നതാണ്. അത് മൃഗങ്ങളുടെ മാംസമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. തൊട്ടടുത്ത ഒരു വലിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി എന്തോ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയൊരു പോലീസുകാരൻ ഭയം കൊണ്ട് പിന്നോട്ട് മാറി. അയാൾ കുനിഞ്ഞിരുന്ന് ഛർദ്ദിക്കുവാൻ തുടങ്ങി. മനുഷ്യരുടെ അസ്ഥികളും തലയോട്ടികളുമായിരുന്നു അതിൽ നിറയെ. അടുക്കളയുടെ ഒരു മൂലയിൽ നിരവധി വലിയ മദ്യക്കുപ്പികൾ, അതായത് ഹെർബൽ വൈൻ ജാർസ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചൈനീസ് ഗ്രാമങ്ങളിൽ പച്ചമരുന്നുകൾ മദ്യത്തിലിട്ട് സൂക്ഷിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ആ കുപ്പികൾക്കുള്ളിലേക്ക് ടോർച്ചടിച്ചു നോക്കിയ വാങ്ങിന്റെ രക്തം ഐസ് പോലെ തണുത്തുറഞ്ഞു. ആ കുപ്പികളിലെ ദ്രാവകത്തിൽ ഡസൻ കണക്കിന് മനുഷ്യരുടെ കണ്ണുകളായിരുന്നു കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത്. തന്റെ ഇരകളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ കണ്ണുകൾ അയാൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മുറ്റത്തെ മണ്ണ് കിളച്ചു മാറ്റിയ ഫോറൻസിക് ടീമിന് കിട്ടിയത് 10ഓളം മനുഷ്യരുടെ അസ്ഥികൂടങ്ങളാണ്. ചില ജഡങ്ങൾ തെളിവ് നശിപ്പിക്കുവാനായിട്ട് അയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. സാങ് യോങ്മിങ് വെറും ഒരു സീരിയൽ കില്ലർ മാത്രമല്ല, അയാൾ ഒരു നരഭോജി കൂടിയാണ്. താൻ കൊലപ്പെടുത്തിയ യുവാക്കളുടെ മാംസം അയാൾ ദിവസങ്ങളോളം സ്വന്തം ആഹാരത്തിനു വേണ്ടി ഉപയോഗിച്ചു. ബാക്കി വന്ന മാംസം തന്റെ വളർത്തുനായ്ക്കൾക്ക് നൽകി. എന്നിട്ടും ബാക്കി വന്ന മാംസം ഉണക്കിപ്പൊടിച്ച് ചില മസാലകളും ചേർത്ത് ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചി എന്ന പേരിൽ മാർക്കറ്റിൽ വിറ്റു. യാതൊരു സംശയവുമില്ലാതെ മാസങ്ങളോളം ആ ഗ്രാമവാസികൾ കഴിച്ചത് സ്വന്തം അയൽപ്പക്കത്തെ കുട്ടികളുടെ മാംസമായിരുന്നു. എത്ര സമർത്ഥമായാണ് ഒരു രാക്ഷസൻ മനുഷ്യരൂപത്തിൽ അവർക്കിടയിൽ ജീവിച്ചത്. വാർത്ത ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു. 100 കണക്കിന് ആളുകൾ വീടിനു ചുറ്റും തടിച്ചുകൂടി. സ്വന്തം മക്കളുടെ ഘാതകനെ ഒരു നോക്ക് കാണുവാനും അവനെ പിച്ചു ചീന്തുവാനും അവർ തയ്യാറായി. പോലീസ് വളരെ പാടുപെട്ടാണ് സാങ്ങിനെ വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ചോദ്യം ചെയ്യൽ മുറിയിൽ ഡിറ്റക്റ്റീവ് വാങ് സാങ്ങിന് മുൻപിലിരുന്നു. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അദ്ദേഹം ചോദിച്ചു. അവരെല്ലാം എൻ്റെ ആഹാരമായിരുന്നു. വിശപ്പടക്കുവാനായിട്ട് എനിക്ക് മാംസം വേണമായിരുന്നു. യാതൊരു കുറ്റബോധവുമില്ലാതെ അയാൾ പറഞ്ഞു. താൻ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് സാങ്ങിനെ കൃത്യമായിട്ട് ഓർമ്മയില്ലായിരുന്നു. എങ്കിലും അയാളുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ഫോറൻസിക് തെളിവുകളുടെയും DNA പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ 11 യുവാക്കളെ അയാൾ കൊലപ്പെടുത്തിയെന്ന് പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. പക്ഷേ ആ ഗ്രാമത്തിൽ നിന്നും കാണാതായത് 17ലധികം ആളുകളാണ്. അവർ എല്ലാവരും അയാളുടെ ഇരകളാണെന്ന് അവിടെയുള്ളവർ ഇന്നും വിശ്വസിക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ വന്ന കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊല്ലുക എന്നതായിരുന്നു അയാളുടെ രീതി. ശ്വാസം കിട്ടാതെ പിടയുന്ന ഇരകളുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ ജീവൻ വേർപെടുന്നത് ആസ്വദിക്കുന്നൊരു സാഡിസ്റ്റ് മനോഭാവം കൂടി അയാൾക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ജയിൽവാസം അയാളിലെ മൃഗത്തെ ഇല്ലാതാക്കിയില്ല, മറിച്ച് കൂടുതൽ ബുദ്ധിമാനായ ഒരു കൊലയാളിയെ സൃഷ്ടിച്ചു. തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ എങ്ങനെ ഒരു കൊല നടത്താമെന്ന് അയാൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. മാധ്യമങ്ങൾ അവനെ ദി മോൺസ്റ്റർ ഓഫ് യുനാൻ എന്നും ദി കാനിബാൾ കില്ലർ എന്നും വിളിച്ചു. ഈ കേസ് ചൈനയിലെ നിയമവ്യവസ്ഥയെ പിടിച്ചു കുലുക്കി. ഒടുവിൽ 2012 ജൂലൈയിൽ കുറ്റകൃത്യത്തിന്റെ ക്രൂരതയും പൈശാചികതയും കണക്കിലെടുത്ത് കോടതി സാങ് യോങ്മിങ്ങിന് വധശിക്ഷ വിധിച്ചു. കോടതി മുറിയിൽ വിധി കേൾക്കുമ്പോഴും അയാളുടെ മുഖത്ത് മരണഭയമോ അതുപോലെ കുറ്റബോധമോ ഉണ്ടായിരുന്നില്ല. 2013 ജനുവരി 10 ചൈനീസ് ഭരണകൂടം ആ രാക്ഷസന്റെ വധശിക്ഷ നടപ്പിലാക്കി. എന്നാൽ ചെങ് എന്ന അമ്മയുടെ നിയമ പോരാട്ടം അവിടെയും അവസാനിച്ചില്ല. താൻ തെളിവുകൾ കണ്ടെത്തി പരാതി നൽകിയിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കാതിരുന്ന പോലീസുകാർക്കെതിരെ അവർ ശബ്ദമുയർത്തി. സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. വർഷങ്ങളോളം ഇത്രയും വലിയൊരു കൊലപാതക പരമ്പര നടന്നിട്ടും അത് തിരിച്ചറിയാതെ പോയ പോലീസിന്റെ വീഴ്ചകൾ വലിയ ചർച്ചയായി. തിരോധാന കേസുകൾ വെറും ഒളിച്ചോട്ടമായിട്ട് കണ്ട അന്വേഷണം നടത്താതിരുന്ന ലോക്കൽ പോലീസ് ചീഫ് ഡാ കായ്മിങ്, പോലീസ് സ്റ്റേഷൻ മേധാവി ഷാവോ ഹുയാൻ എന്നിവർ ഉൾപ്പെടെ 12 പോലീസ് ഓഫീസർമാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും കർശനമായ അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തു. സാങ് യോങ്മിങ് മരിച്ചെങ്കിലും നാൻമൻ ഗ്രാമം ഇന്നും ആ ഭയത്തിൽ നിന്നും മുക്തരായിട്ടില്ല. തങ്ങൾ രുചിയോടെ പാകം ചെയ്ത് കഴിച്ചത് സ്വന്തം നാട്ടിലെ കുട്ടികളുടെ മാംസമാണെന്ന തിരിച്ചറിവിൽ പല ഗ്രാമവാസികളും മാനസികമായിട്ട് തകർന്നു. ആ ഗ്രാമത്തിന്റെ അതിർത്തിയിലെ ആ കാട്ടുപാതയിലൂടെ രാത്രി സഞ്ചരിക്കുവാനായിട്ട് ഇന്നും ആളുകൾക്ക് ഭയമാണ്. മൂടൽ മഞ്ഞ് വീഴുന്ന രാവുകളിൽ ഗ്രാമത്തിലെ കാറ്റിനെ ഇന്നും കൊല്ലപ്പെട്ട ആ കൗമാരക്കാരുടെ വിലാപത്തിന്റെ ശബ്ദമാണ്. ഇരുളിൽ എവിടെയോ ഒരു പരുക്കൻ കയറുമായിട്ട് കാത്തുനിന്ന ആ കൊലയാളിയെ അവർ ഒരിക്കലും മറക്കില്ല. മനുഷ്യരൂപത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന രാക്ഷസന്മാരുടെ ഓർമ്മപ്പെടുത്തലാണ് നാൻമൻ ഗ്രാമത്തിലെ ആ ഒഴിഞ്ഞ വീട്.